കൊച്ചിയിൽ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പോലീസ് കണ്ടെടുത്തു. കോടതിയിലുള്ള മുഖ്യപ്രതി പൾസർ സുനിയുടെ മൊബൈൽ ഫോണിന്റെ മെമ്മറി കാർഡിൽ നിന്നാണ് ദൃശ്യങ്ങൾ കണ്ടെടുത്തത്. രഹസ്യമായി സൂക്ഷിക്കാൻ പൾസർ സുനി അഭിഭാഷകനെ ഏൽപ്പിച്ച മൊബൈൽ ഫോൺ പോലീസിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് കോടതിയിൽ സമർപ്പിക്കുകയായിരുന്നു. ഫോറൻസിക് പരിശോധനയിലാണ് ദൃശ്യങ്ങൾ വീണ്ടെടുത്തത്. നടിയെ ആക്രമിച്ച ശേഷം പൾസർ സുനി ഒളിവിൽ പോകുന്നതിന് മുമ്പ് സുനിയുടെ വെള്ള സാംസങ് ഫോണിന്റെ മെമ്മറി കാർഡ് അഭിഭാഷകന് കൈമാറിയിരുന്നു. ഈ കാർഡ് വിശദമായ പരിശോധനയ്ക്കായി പോലീസ് ഫോറൻസിക് വിഭാഗത്തിന് കൈമാറിയിരുന്നു. ഫോറൻസിക് പരിശോധനയിലാണ് നടിയെ പൾസർ സുനി ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങളുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചത്. ഇതോടെ കേസിലെ ഏറ്റവും നിർണായകമായ തെളിവ് പോലീസിന് ലഭിച്ചു. കേസിലെ തെളിവുകളെല്ലാം തേച്ചുമാച്ച് കളയാനാണ് പൾസർ സുനിയും സംഘവും ഒളിവിലിരിക്കെ ശ്രമിച്ചിരുന്നത്. ഈ ശ്രമം പൂർണ്ണമായും പൊളിക്കാനായത് അന്വേഷണ സംഘത്തിന്റെ വിജയമാണ്. സംഭവത്തിൽ കൂടുതൽ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് അന്വേഷണ സംഘം നേരത്തെ കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്. കൊട്ടിയൂർ പീഡനത്തിൽ കന്യാസ്ത്രീകളും ഡോക്ടർമാരും അടക്കമുള്ള പ്രതികൾ ഒളിവിൽ. കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കൂടുതൽ വിവരങ്ങളുമായി ജോഷില ചേരുന്നുണ്ട്. ജോഷില, എങ്ങനെയാണ് പോലീസിന്റെ നിഗമനം? എന്തൊക്കെയാണ്? ഇവർ ഒളിവിൽ പോയിരിക്കുന്നു, ഒപ്പം കേസന്വേഷണവുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങളും. കൊട്ടിയൂരിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ വൈദികൻ പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമായി നടക്കുകയാണ്. പ്രതിപട്ടികയിൽ 10 പേരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 12 പേരിൽ 2 പേരെ ആശുപത്രിയിലെ ജോലി ചെയ്തു എന്നതല്ലാതെ മറ്റു പങ്കില്ലെന്ന് മനസ്സിലായ സാഹചര്യത്തിൽ ഒഴിവാക്കുകയായിരുന്നു. അതേസമയം വൈദികൻ റോബിൻ വടക്കുംചേരി ഒഴികെ 9 പേരും ഒളിവിലാണെന്ന വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വൈത്തിരിയിൽ ഇന്നലെ സിസ്റ്റർ ഒഫീലിയയെ അറസ്റ്റ് ചെയ്യാനായി പോലീസ് എത്തിയെങ്കിലും ഇൻഫന്റ് മേരി ഓർഫനേജ് അധികൃതർ ഒഫീലിയ അസുഖം കാരണം അവധിയിലാണ് എന്നാണ് അറിയിച്ചത്. അവർ ഒളിവിലാണെന്ന വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ പെൺകുട്ടിയുടെ പ്രസവം നടന്ന ക്രിസ്തുരാജ ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ആൻസി മാത്യു, ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ടെസി ജോസ്, പ്രസവശേഷം ചോരക്കുഞ്ഞിനെ ഒളിപ്പിച്ച വയനാട് വൈത്തിരിയിലെ ഇൻഫന്റ് മേരി ഓർഫനേജ് നടത്തിപ്പുകാരി കൂടിയായ ഒഫീലിയ, കുട്ടിയെ വൈത്തിരിയിലെത്തിച്ച സിസ്റ്റർ ലിസ് മേരിയ, സിസ്റ്റർ അനീറ്റ, നീണ്ടുനോക്കി സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലെ ജീവനക്കാരി തങ്കമ്മ എന്നിവർക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ 9 പേരും ഇപ്പോൾ ഒളിവിലാണെന്ന വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസ് ഇവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. എന്നാൽ ഇവരിൽ ഭൂരിപക്ഷവും കന്യാസ്ത്രീകളും സ്ത്രീകൾ ഉൾപ്പെടുന്ന ആളുകളായതിനാൽ സമയപരിധി, നിയമ പ്രശ്നങ്ങൾ ഇവയൊക്കെ ഉണ്ട് അറസ്റ്റിന്. അതുകൊണ്ട് തന്നെ പോലീസ് അറസ്റ്റ് വൈകും എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. എന്നാൽ പോലും ഊർജിതമായി ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരിൽ ഒരാൾ തങ്കമ്മ എന്ന സ്ത്രീ പോലീസ് കസ്റ്റഡിയിലാണോ എന്നുള്ള ഒരു സംശയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. സൗമ്യ, ജോഷ്ലിയാണ് വിവരങ്ങൾ നൽകിയത്. വയനാട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചുമതലയിൽ നിന്ന് CWC ചെയർമാനെയും അംഗമായ കന്യാസ്ത്രീയെയും ഒഴിവാക്കുമെന്ന് KK ശൈലജ ടീച്ചർ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. CWCയുടെ പ്രവർത്തനത്തിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കാണിക്കുകയും വിശ്വാസ്യത നഷ്ടപ്പെടുത്തുകയുമായി പ്രാഥമിക അന്വേഷണത്തിൽ നിന്നും വെളിവായതിനെ തുടർന്നാണ് ഈ നടപടി. ജില്ലാ ശിശു സംരക്ഷണ ഓഫീസറാണ് പ്രാഥമിക അന്വേഷണം നടത്തിയത്. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുന്നതിന് സാമൂഹ്യനീതി ഡയറക്ടറുടെ നേതൃത്വത്തിൽ സമിതിയെ നിശ്ചയിച്ചിട്ടുണ്ട്. സമിതി വിശദമായ അന്വേഷണം നടത്തി തുടർ നടപടികൾ സ്വീകരിക്കും. മറ്റ് ജില്ലകളിലെ CWCകളെ കുറിച്ചും ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ അവയെക്കുറിച്ചും അന്വേഷണം നടത്തുമെന്നും മന്ത്രി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കൊട്ടിയൂർ പീഡന കേസിൽ വൈദികന്റേത് ഗുരുതരമായ തെറ്റെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് കുറ്റക്കാരെ ശിക്ഷിക്കണം. സംഭവിച്ചത് വലിയ തെറ്റാണ്. ഇതിൽ ഖേദമുണ്ട്. ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ സഭ നടപടിയെടുക്കുമെന്നും കർദിനാൾ ആലഞ്ചേരി കൊച്ചിയിൽ പറഞ്ഞു. ഇപ്പോൾ നടന്നിരിക്കുന്ന കുറ്റകൃത്യം തീർച്ചയായിട്ടും അതീവ ഗുരുതരമാണ്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾക്കനുസരിച്ച് പരിശോധിച്ച് നിയമത്തിൻ്റേതായിട്ടുള്ള നടപടി ഉണ്ടാകേണ്ടതാണ്. അത് ആ രീതിയിൽ അതിനോടുള്ള എല്ലാ സഹകരണവും മാനന്തവാടി രൂപതയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നും ബന്ധപ്പെട്ടവരത് നൽകുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വിഷയം. തീർച്ചയായിട്ടും അത് വളരെ ഗുരുതരമായ ഒരു തെറ്റായിപ്പോയി. കുറ്റകൃത്യം വളരെ ഉണ്ടാകരുതായിരുന്നു. അതിൽ തീർച്ചയായിട്ടും അതിനോട് ബന്ധപ്പെട്ടവർക്കും സഭയ്ക്കുമൊക്കെ ദുഃഖമുണ്ട്, വേദനയുണ്ട്. അതും എല്ലാം ഇതിനകം നമ്മൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. രാജ്യതലസ്ഥാനത്ത് സ്ത്രീകളുടെയും കുട്ടികളുടെയും അടിമ ജീവിതം. വിഷപ്പുക കൊണ്ട് ശ്വാസം മുട്ടുന്ന മാലിന്യക്കുന്നിൽ 4 വയസ്സു മുതലുള്ള കുഞ്ഞുങ്ങളാണ് ജോലി ചെയ്യുന്നത്. കണ്ടാൽ അറയ്ക്കുന്ന സാഹചര്യത്തിൽ 15 മണിക്കൂറിലധികമാണ് കുട്ടികളെ പണിയെടുപ്പിക്കുന്നത്.
ബംഗ്ലാദേശ്, കൊൽക്കത്ത എന്നിവിടങ്ങളിൽ നിന്ന് ഇടനിലക്കാരാണ് സ്ത്രീകളെയും കുട്ടികളെയും എത്തിക്കുന്നത്. സർക്കാരും ബാലാവകാശ കമ്മീഷനും ഇവിടേക്ക് കണ്ണടയ്ക്കുകയാണ്. രാജ്യതലസ്ഥാനത്തെ മാലിന്യത്തിന്റെ മുക്കാൽ പങ്കും ദിനംപ്രതി നിക്ഷേപിക്കുന്ന ബെൽസ്വ. 200 അടി ഉയരത്തിലെ ഈ മാലിന്യ കുന്നിൻ മുകളിൽ ഞങ്ങൾ കണ്ടത് പുനരധിവാസം തൊട്ടു തീണ്ടാത്ത നരക ജീവിതങ്ങളെ. നായ്ക്കൾക്കും ഈച്ചകൾക്കുമൊപ്പം മത്സരിച്ച് മാലിന്യവണ്ടിയുടെ പുറകെ സ്ത്രീകളും കുട്ടികളും പായുന്നു. വിസർജ്യഗന്ധം മനം മടിപ്പിക്കുന്ന കൂനയിൽ നിന്ന് പുനരുൽപാദന വസ്തുക്കൾ തിരഞ്ഞു വിൽക്കാൻ അധ്വാനം. ശേഖരിക്കുന്നവ വിൽക്കാൻ ഇടനിലക്കാർ സജീവം. കൊൽക്കത്തയിൽ നിന്നും ബീഹാറിൽ നിന്നും ഇടനിലക്കാരാണ് കുട്ടികളെ എത്തിക്കുന്നത്. പിന്നെ ഇവിടമാണ് ജീവിതം. കൂട്ടത്തിൽ ബംഗ്ലാദേശ് അഭയാർത്ഥി ക്യാമ്പിലെ കുട്ടികളും. 15 മണിക്കൂറിലേറെ അധ്വാനം. സാനിറ്ററി നാപ്കിൻ മുതൽ മനുഷ്യ വിസർജ്യം തളം കെട്ടുന്ന കൂനയിൽ നിന്ന് ഭക്ഷണവും ഉറക്കവും. ലോഹവസ്തുക്കൾ കൊണ്ട് മുറിഞ്ഞ ശരീരഭാഗം പുഴുവരിച്ച് രോഗനിബിഡം. പലരും ലൈംഗിക ചൂഷണത്തിന്റെ ഇരകൾ. ദൃശ്യങ്ങൾ പകർത്തി തിരികെ പോരാൻ തുടങ്ങവേ അപ്രതീക്ഷിതമായി ലഭിച്ച ഓറഞ്ച് പങ്കുവെക്കുന്ന പെൺകുട്ടികളെയാണ് കണ്ടത്. പകലന്തിയോളം പണിയെടുത്താലും വിശപ്പടക്കാൻ വക ലഭിക്കുന്നില്ലെന്ന ദൈന്യത ഓരോ മുഖത്തും പ്രതിഫലിച്ചു. എങ്കിലും ഗതികേടെന്ന് വിളിച്ചു പറയാൻ മടിച്ചു. ജനിച്ചതിനാൽ വളരണമല്ലോ, വളർന്ന് പന്തലിക്കണം. പാർലമെന്റിന്റെ വെളിപ്പാടകലെയാണ് ഈ കാഴ്ചകൾ അരങ്ങേറുന്നത്. പക്ഷേ പൂർണ്ണ സാക്ഷരതയ്ക്കും വികസന ഭാരതത്തിനുമായുള്ള പദ്ധതികൾ നിറവേറ്റുന്നതിനിടയിൽ ഇത്തരം കാഴ്ചകൾ അധികാരികൾ കണ്ടെന്ന് നടിക്കാറില്ല. ക്യാമറമാൻ ഗോപി കടവല്ലൂരിനൊപ്പം മനുശങ്കരൻ, ദില്ലി. ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട ഗായിക വൈക്കം വിജയലക്ഷ്മിയുടെ ഗായത്രി വീണ കച്ചേരി ഇന്ന് കൊച്ചിയിൽ അരങ്ങേറും. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഗായത്രി വീണയിൽ 51 ഗാനങ്ങൾ വായിക്കാനാണ് ലക്ഷ്യമിടുന്നത്. രാവിലെ 10 മുതൽ 1 മണി വരെ ശാസ്ത്രീയ സംഗീതവും 1 മുതൽ 3 മണി വരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും അവതരിപ്പിക്കും. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, ഒരുപക്ഷെ വ്യത്യസ്തമായ ഒരു നേട്ടത്തിലേക്ക് കൂടിയാണ് വൈക്കം വിജയലക്ഷ്മി എന്ന വലിയൊരു കലാകാരി നീങ്ങുന്നത്. എങ്ങനെയാണ് ഇന്നത്തെ ഈ ഒരു ദിവസത്തിലെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? സൗമ്യ, ഈ വൈകല്യങ്ങളെ അതിജീവിച്ച് വിജയലക്ഷ്മി ഇതിനകം തന്നെ നിരവധി നേട്ടങ്ങൾ കൊയ്തെടുത്ത ഒരു കലാകാരിയാണ്. അവർ ഇന്ന് മറ്റൊരു നേട്ടത്തിനു കൂടി ഉടമയാകാൻ തയ്യാറെടുക്കുകയാണ്. അവരുടെ ഗായത്രി വീണയിൽ ചുരുങ്ങിയ സമയം കൊണ്ട് 51 ഗാനങ്ങൾ വായിക്കാനാണ് വൈക്കം വിജയലക്ഷ്മി ലക്ഷ്യമിടുന്നത്. ഇതിൽ 10 മണിയോടുകൂടി തന്നെ ഈ പരിപാടി തുടങ്ങും എന്നാണ് കരുതുന്നത്. ആദ്യത്തെ 3 മണിക്കൂർ, അതായത് 10 മണി മുതൽ 1 മണി വരെ ശാസ്ത്രീയ സംഗീതവും അതിനുശേഷം 1 മണി മുതൽ 3 മണി വരെ സിനിമാ ഗാനങ്ങൾ, വിവിധ ഭാഷകളിലുള്ള സിനിമാ ഗാനങ്ങളും അവർ വായിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ 5 മണിക്കൂർ എന്നുള്ളത് പരമാവധി സമയമാണ് കൊടുത്തിട്ടുള്ളത്. ഈ 51 മണിക്കൂർ കൊണ്ട് തന്നെ 51 പാട്ടുകൾ ഈ 5 മണിക്കൂറിനുള്ളിൽ തന്നെ കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതിൽ ഈ ശാസ്ത്രീയ ഗാനങ്ങൾ 12ഓളം കൃതികളാണ് ആദ്യഘട്ടത്തിൽ ഇവർ വായിച്ചു തീർക്കുക. അതിനുശേഷം വിവിധ ഭാഷകളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലയാളത്തിലെ 18 ഗാനങ്ങൾ, ജനപ്രിയങ്ങളായ 18 ഗാനങ്ങളും ഹിന്ദിയിലെ 13 ഗാനങ്ങളും തമിഴ് സിനിമയിലെ 10ഓളം ഗാനങ്ങളുമാണ് വൈക്കം വിജയലക്ഷ്മി ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വായിക്കുക. ജസ്റ്റിസ് അനു ജോസഫ് അടക്കമുള്ളവരാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ ഈ പരിപാടി നടക്കുന്നതിനിടയിൽ തന്നെ വിശിഷ്ടാതിഥികൾ പലരും വരും എന്നുള്ളതും ഇവർ അറിയിച്ചിട്ടുണ്ട്. യേശുദാസ് അടക്കമുള്ളവരെ ഇവർ പരിപാടിക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഈ പരിപാടി അവസാനിക്കുമ്പോഴായിരിക്കും അവരെല്ലാം എത്തിച്ചേരുക എന്നാണ് അറിയുന്നത്. എന്തായാലും അവിസ്മരണീയ മുഹൂർത്തത്തിനാണ് ഇന്ന് കൊച്ചി വേദിയാകുന്നത്. വൈക്കം വിജയലക്ഷ്മിയുടെ മറ്റൊരു നേട്ടത്തിന് കൂടി ഇന്ന് കൊച്ചിയിലുള്ളവർ സാക്ഷികളാകും. സൗമ്യ. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. നാസിക്കിൽ മരിച്ച സൈനികൻ കൊല്ലം പവിത്രേശ്വരം സ്വദേശി റോയ് മാത്യുവിന്റെ മൃതശരീരം സൈനിക ബഹുമതികളോടെ സംസ്കരിച്ചു. സ്കൂളിലും വീട്ടിലും പൊതുദർശനത്തിന് വെച്ച റോയിയുടെ ഭൗതിക ശരീരത്തിൽ ആയിരങ്ങൾ അന്ത്യോപചാരം അർപ്പിച്ചു. അതേസമയം സൈനികന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. കാരുവേലിൽ സെന്റ് പോൾ മലങ്കര കാത്തോലിക്ക സിറിയൻ പള്ളി സെമിത്തേരിയിൽ സൈനിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. പവിത്രേശ്വരം ഗവൺമെന്റ് സ്കൂളിലും റോയ് മാത്യുവിന്റെ വീട്ടിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ ആയിരങ്ങൾ ആദരാഞ്ജലി അർപ്പിച്ചു. ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ളവരും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു.
വ്യാഴാഴ്ചയാണ് റോയ് മാത്യു മരിച്ച വിവരം വീട്ടുകാരെ അറിയിക്കുന്നത്. മേലുദ്യോഗസ്ഥനെതിരെ ഓൺലൈൻ മാധ്യമത്തിൽ പ്രതികരിച്ചതിനെ തുടർന്നുണ്ടായ മാനസിക സംഘർഷത്തിൽ റോയ് മാത്യു ആത്മഹത്യ ചെയ്തെന്നായിരുന്നു കരസേനയുടെ ഔദ്യോഗിക വിശദീകരണം. ഇത് റോയ് മാത്യുവിന്റെ വീട്ടുകാർ തള്ളിയിരുന്നു. അതേസമയം ബന്ധുക്കളുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് അന്വേഷണത്തിനായി നാസിക്കിലേക്ക് തിരിച്ചു. സൈനികനെ കാണാതാവുകയും പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തിയതിലും ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാരും ബന്ധുക്കളും ഒരുപോലെ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. അന്തരിച്ച കൈരളി TV ഡയറക്ടർ ബോർഡ് അംഗവും മുൻ വൈദ്യുതി ബോർഡ് ചെയർമാനുമായ PS സിദ്ധാർത്ഥ മേനോന് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. മൃതദേഹം പൊതുദർശനത്തിന് വച്ചിരിക്കുന്ന പുന്നപ്രയിലെ വീട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാർ, കൈരളി TV ചെയർമാൻ മമ്മൂട്ടി, മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് തുടങ്ങി നിരവധി പേരെത്തി ആദരാഞ്ജലി അർപ്പിച്ചു. സംസ്കാരം ഇന്ന് വൈകിട്ട് 3-ന് പുന്നപ്രയിലെ വീട്ടുവളപ്പിൽ നടക്കും. പുന്നപ്രയിലെ വീട്ടിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ പരേതന് ആദരാഞ്ജലി അർപ്പിച്ചു. കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച മുഖ്യമന്ത്രി ഏറെ നേരം വീട്ടിൽ ചെലവഴിച്ചാണ് മടങ്ങിയത്. മന്ത്രിമാരായ തോമസ് ഐസക്, G സുധാകരൻ, P തിലോത്തമൻ തുടങ്ങിയവർ പുന്നപ്രയിലെ വീട്ടിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. കൈരളി TVക്ക് വേണ്ടി ചെയർമാൻ പത്മശ്രീ ഭരത് മമ്മൂട്ടി, മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ്, ഡയറക്ടർമാരായ VK മുഹമ്മദ് അഷറഫ്, അഡ്വക്കേറ്റ് CK കരുണാകരൻ, സീനിയർ ഡയറക്ടർ ടെക്നിക്കൽ ആൻഡ് ഫിനാൻസ് M വെങ്കട്ടരാമൻ, കമ്പനി സെക്രട്ടറി KP സുകുമാരൻ നായർ തുടങ്ങിയവർ ആദരാഞ്ജലി അർപ്പിച്ചു. കൈരളി TV ജീവനക്കാർക്ക് വേണ്ടി കൈരളി മീഡിയ ക്ലബ് ഭാരവാഹികളായ B സുനിൽ, AK ബൈജു തുടങ്ങിയവർ റീത്ത് സമർപ്പിച്ചു. ഔഷധി ചെയർമാൻ KR വിശ്വംഭരൻ, MLAമാർ, മറ്റ് ജനപ്രതിനിധികൾ, അഡ്വക്കേറ്റ് ജനറൽ CP സുധാകര പ്രസാദ്, അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ KK രവീന്ദ്രനാഥ്, CPM ജില്ലാ സെക്രട്ടറി സജി ചെറിയാൻ തുടങ്ങി ഒട്ടേറെ പ്രമുഖർ മരണവിവരമറിഞ്ഞ് പുന്നപ്രയിലെ വീട്ടിലെത്തിയിരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും KSEBയിലെ ജീവനക്കാരും മുൻ ജീവനക്കാരുമായി ഒട്ടേറെ പേർ മുൻ KSEB ചെയർമാൻ കൂടിയായ സിദ്ധാർത്ഥ മേനോന് ആദരാഞ്ജലി അർപ്പിക്കാനെത്തി. സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ മുതൽ സാധാരണക്കാർ വരെ നിരവധി പേരാണ് മരണവിവരമറിഞ്ഞതു മുതൽ പുന്നപ്രയിലെ വീട്ടിലേക്കെത്തിയത്. താൻ കടന്നുവന്ന വഴികളിൽ സിദ്ധാർത്ഥ മേനോൻ എന്ന വ്യക്തി സ്ഥാപിച്ച ആഴത്തിലുള്ള ബന്ധങ്ങളുടെ പ്രതിഫലനമായി അദ്ദേഹത്തെ അവസാനമായി കാണാനെത്തിയ ജനക്കൂട്ടം. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണം വളരെ കൂടുതൽ ശക്തമായിരിക്കുകയാണ്. പ്രതികളുടെ ചോദ്യം ചെയ്യൽ പുനരാരംഭിച്ചിരിക്കുന്നു. ദൃശ്യങ്ങൾ ലഭിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുനരാരംഭിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നുണ്ട്. സാലി, ഒരുപക്ഷെ വളരെ നിർണായകമായ ഒരു വഴിത്തിരിവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുകയാണ്. ഇതേ പശ്ചാത്തലത്തിൽ ചോദ്യം ചെയ്യൽ എങ്ങനെയായിരിക്കും? മറ്റു വിവരങ്ങളും? സൗമ്യ, ചോദ്യം ചെയ്യാൻ വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. കാരണം രണ്ട് കാര്യങ്ങളാണ് പോലീസിന് അറിയേണ്ടത്. ഒന്ന്, ഈ ദൃശ്യങ്ങൾ മറ്റെവിടേക്കെങ്കിലും മാറ്റി മറ്റ് കോപ്പികൾ എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ടോ, മറ്റാർക്കെങ്കിലും കൈമാറിയിട്ടുണ്ടോ തുടങ്ങിയ വിവരങ്ങളാണ് പോലീസിന് വ്യക്തമായി അറിയേണ്ടത്. മാത്രമല്ല, ഈ മെമ്മറി കാർഡ് തന്നെയാണോ പ്രൈമറി എവിഡൻസ്, അതോ സെക്കൻഡറി എവിഡൻസ് ആണോ ഇത്? അതായത് ഈ ദൃശ്യങ്ങൾ പകർത്തിയ വെള്ള സാംസങ് ഫോണിൽ ആ പകർത്തിയ സമയത്ത് ഉപയോഗിച്ചിരുന്ന മെമ്മറി ചിപ്പാണോ ഇത്? അത് അങ്ങനെയാണെങ്കിൽ അത് വളരെ നിർണായകമായ ഒരു തെളിവാകും. ഒപ്പം തന്നെ അത് മറ്റേതെങ്കിലും ഫോണിൽ നിന്നോ കാർഡിൽ നിന്നോ പകർത്തിയ സെക്കൻഡറി എവിഡൻസ് മാത്രമാണോ ഇത് എന്നും പോലീസ് പരിശോധിക്കണം. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇവർ ഈ കോയമ്പത്തൂരിൽ വെച്ച് ഈ ദൃശ്യങ്ങൾ തന്നെ കാണിച്ചതായി ചാനലിൽ പോലീസിന് മൊഴി നൽകിയിരുന്നു. ഒപ്പം തന്നെ അമ്പലപ്പുഴ കടൽ തീരത്ത് വെച്ച് ഈ ദൃശ്യങ്ങൾ കണ്ടതായി മനു, അമ്പലപ്പുഴ സ്വദേശി പൾസറിന്റെ കൂട്ടുകാരനുമായ മനുവും മൊഴി നൽകിയിരുന്നു. അപ്പോൾ ഈ സമയങ്ങളിലൊക്കെയും ഈ ദൃശ്യങ്ങൾ മറ്റേതെങ്കിലും ഫോണിലേക്കോ മെമ്മറി കാർഡിലേക്കോ പകർത്തിയിട്ടുണ്ടോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനിയും ഈ ദൃശ്യങ്ങൾ പുറത്തുണ്ട് എന്ന് പോലീസ് അനുമാനിക്കാം. ഇതൊക്കെയാണ് അറിയേണ്ടത്. അതിനുവേണ്ടി തന്നെ വളരെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഈ പ്രതികളെ എല്ലാവരെയും ഒരുമിച്ചിരുത്തിയും വെവ്വേറെയുമായി വിവിധ സംഘങ്ങൾ ചോദ്യം ചെയ്യുകയാണ്. ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ചുവടുവെപ്പാണ് ഇന്നലത്തെ ഫോറൻസിക് പരിശോധനാ ഫലത്തിലൂടെ ലഭിച്ചത്. ഇയാളുടെ പൾസർ സുനിയുടെ അഭിഭാഷകന് പൾസർ സുനി കൈമാറിയ മെമ്മറി കാർഡിൽ നിന്നാണ് ഇത് കിട്ടിയത്. അത് കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പോലീസിന്റെ കൈവശം ഇത് ലഭിക്കുകയും, എന്നാൽ അത് ഏതെങ്കിലും തരത്തിൽ പോലീസ് അത് നോക്കാൻ തയ്യാറാവാതെ അത് തെളിവ് നശിപ്പിച്ചു എന്ന ആരോപണം കേൾക്കാനിട വരും എന്നുള്ളത് കൊണ്ട് പോലീസ് തന്നെ അത് നോക്കാതെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് നേരിട്ട് തന്നെ അയക്കുകയാണ്. ഒരുപക്ഷെ ഇവിടെ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ പോലീസിന്റെ മുൻപിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ സാലി, നമുക്കറിയാം ഈ പൾസർ സുനി ഒളിവിലായിരുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ഇയാൾ ശ്രമിച്ചത് മുഴുവൻ തെളിവുകൾ നശിപ്പിക്കാനായിരുന്നു എന്ന് വ്യക്തമായിട്ടുണ്ട്.
ഒപ്പം തന്നെ ദൃശ്യങ്ങൾ പല രീതിയിൽ മൊബൈൽ ഫോൺ ഒഴുക്കി എന്നതടക്കമുള്ള കാര്യങ്ങൾ അവിടെ തെരച്ചിൽ നടത്തുന്നു. അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ഇതിനിടയിൽ സംഭവിച്ചിട്ടുണ്ട്. അതിനൊടുവിലാണ് എന്നാൽ അഡ്വക്കേറ്റിന്റെ കയ്യിൽ നിന്നും ഈ മൊബൈൽ ഫോൺ കിട്ടുകയും അതിൽ ദൃശ്യങ്ങളുണ്ട്, മെമ്മറി കാർഡിലാണ് ദൃശ്യങ്ങൾ എടുത്തതെന്ന് ശാസ്ത്രീയ പരിശോധനയിൽ വ്യക്തമാവുകയും ചെയ്തിരിക്കുന്നു. പക്ഷെ അതുകൊണ്ടൊക്കെ ഈ നടി നൽകിയിരിക്കുന്ന 164 കൊട്ടേഷൻ എന്നതടക്കമുള്ള സുനി പറഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷെ അതിലേക്കൊക്കെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പോകേണ്ടതല്ലേ? കാരണം ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പല ശ്രമങ്ങളും പൾസർ സുനിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. തീർച്ചയായും ദൃശ്യങ്ങൾ ആധികാരിക പോലീസ് ഉറപ്പാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായത് വളരെ ക്രൂരമായി തന്നെ ഈ നടി പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. കേവലമായ ബ്ലാക്ക് മെയിലിംഗ് മാത്രമാണ് ഉദ്ദേശമായിരുന്നുവെങ്കിൽ ഇത്ര ക്രൂരമായി പീഡിപ്പിക്കേണ്ടിയിരുന്നോ എന്നൊരു സംശയം പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു കൊട്ടേഷനോ അല്ലെങ്കിൽ ഒരു മുൻ വൈരാഗ്യം തീർക്കലോ അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. അതിന് പിന്നിൽ മറ്റേതെങ്കിലും ശക്തികളുണ്ടോ എന്ന് പോലീസിന് അറിയണം. അത് അറിയുന്നതിന് കൂടി വേണ്ടിയാണ്, അതായത് ഗൂഢാലോചന എന്ന ആരോപണം പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതുണ്ടോ ഇല്ലയോ എന്ന ആധികാരികമായി പോലീസിന് തെളിയിക്കും. അതിന് കൂടി വേണ്ടിയാണ് ഈ ദൃശ്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ ഒരു ചോദ്യം ചെയ്യാൻ പോലീസ് നടത്തുന്നത്. പോലീസിന് അറിയേണ്ടത് ഇതിന് പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ദൃശ്യങ്ങൾ മറ്റെവിടെയെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ മറ്റേ ഈ കൈമാറുന്നതിനിടയിൽ ഈ ഗൂഢാലോചന നടത്തിയ അല്ലെങ്കിൽ കൊട്ടേഷൻ നൽകിയ ആൾക്ക് ഈ ദൃശ്യങ്ങൾ കൈമാറിയിട്ടുണ്ടോ, അങ്ങനെ ഗൂഢാലോചന ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗൂഢാലോചനയുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് പോലീസ് പരിശോധിക്കുന്നത്. അതിനുവേണ്ടി വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരുന്നു. ഈ ദൃശ്യങ്ങളുടെ ആധികാരികത ഉറപ്പാക്കിയതിനു ശേഷം ഉള്ള ചോദ്യം ചെയ്യൽ എന്ന നിലയ്ക്ക് ഇവർക്ക് ലഭിക്കുന്ന ഓരോ വിവരങ്ങൾക്കും വളരെ പ്രസക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ചോദ്യം ചെയ്തു വരുന്നത്. എന്തായിരുന്നു ഇയാളുടെ ലക്ഷ്യം എന്ന് പൾസർ പറയുന്നത് വരെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, ഈ അന്വേഷണ ഘട്ടത്തിലുടനീളം അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ പൾസർ സുനി കൂട്ടരും നടത്തിയ ശ്രമങ്ങളെ വളരെ ഗൗരവത്തോടു കൂടിയാണ് പോലീസ് കാണുന്നത്. കാരണം വളരെ ശാസ്ത്രീയമായി വളരെ ശക്തമായി തന്നെ ഒരു ചോദ്യം ചെയ്യലാണ് പൾസർ സുനിക്ക് പോലീസിൽ നിന്ന് നേരിടേണ്ടി വന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്നിട്ടും അവസാന ദിവസം വരെ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ കൃത്യമായൊരു മറുപടി നൽകാൻ പൾസർ സുനി തയ്യാറായിരുന്നില്ല. പോലീസിനെ പല തരത്തിൽ വട്ടം ചുറ്റിക്കുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ നഗരത്തിലെ ഓടയിൽ എറിഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞ പൾസർ സുനി പിന്നെ ഗോശ്രീ പാലത്തിൽ നിന്ന് കായലിലേക്ക് എറിയുകയായിരുന്നു എന്ന് മൊഴി നൽകി. ഈ സ്ഥലങ്ങളിലെല്ലാം പോലീസ് പരിശോധിക്കേണ്ടി വന്നു. വിവിധ സ്ഥലങ്ങളിൽ പോലീസ് വിശദമായി തെരച്ചിൽ നടത്തേണ്ടി വന്നു. ഈ ചോദ്യം ചെയ്യുന്ന ഘട്ടങ്ങളിലൊന്നും യഥാർത്ഥ വസ്തുത അഭിഭാഷകന് കൈമാറിയെന്ന് തുടക്കത്തിലൊന്നും പറയാൻ ഇയാൾ തയ്യാറായിരുന്നില്ല. ഒടുവിൽ വളരെ ശക്തമായ ചോദ്യം ചെയ്യൽ, വളരെ ശാസ്ത്രീയമായ ചോദ്യം ചെയ്യൽ മാത്രമാണ് അഭിഭാഷകന് താൻ കൈമാറിയ മൊബൈലിൽ ഉണ്ട് എന്ന് ഒരിക്കൽ മാത്രമാണ് പോലീസിനോട് സുനി പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അഭിഭാഷകൻ വഴി ലഭിച്ച ഈ മൊബൈൽ ഫോണും ഈ മെമ്മറി കാർഡും പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. അപ്പോൾ പോലീസ് മനസ്സിലാക്കുന്നത് പൾസർ സുനി വളരെ ബോധപൂർവം ഈ കുറ്റകൃത്യം മറച്ചു വെക്കാൻ, തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ തിരികെ എത്താം. ക്രിമിനോളജിസ്റ്റായ ശ്രീ ജെയിംസ് വടക്കംചേരി നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട്. ശ്രീ ജെയിംസ് വടക്കംചേരി, ഒരുപക്ഷെ ആദ്യം മുതൽക്കേ തന്നെ ഇതിൽ താങ്കൾ പറയുന്ന നിരവധിയായ കാര്യങ്ങളുണ്ട്. അതായത് എന്താണ് സംഭവിച്ചത് എന്ന യഥാർത്ഥ കാര്യങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട് എന്ന്. അഭ്യൂഹങ്ങളായിരുന്നു പലതും. ഒരുപക്ഷെ നമുക്ക് പല കാര്യങ്ങളും സംശയിക്കത്തക്ക രീതിയിലുള്ള പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഇതിലുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതുതായി ഉള്ളൊരു വിഷയം എന്ന് പറയുന്നത്, ഇതുവരെയും പൾസർ സുനി ചെയ്തിരുന്നത് ദൃശ്യങ്ങൾ പല രീതിയിൽ ഒരുപക്ഷെ മൊബൈൽ കളഞ്ഞു, പുഴയിൽ ഒഴുക്കി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെരച്ചിലുകളും അന്വേഷണങ്ങളും ഒക്കെ ആയിരുന്നു നടന്നിരുന്നതെങ്കിൽ പൾസർ സുനിയെ ഏൽപ്പിച്ച മൊബൈൽ ഫോൺ അഭിഭാഷകനിൽ നിന്നും പിടിച്ചെടുക്കുന്നു. അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുമ്പോൾ ശാസ്ത്രീയ പരിശോധനയിലൂടെ അതിലെ മെമ്മറി കാർഡിലാണ് ദൃശ്യങ്ങൾ ഉള്ളതായി വ്യക്തമാവുകയും ചെയ്തിരിക്കുന്നു. അത് ക്രൂരമായ ഒരു പീഡനം തന്നെ ഈ പെൺകുട്ടിക്ക് മേൽ നടന്നിരിക്കുന്നു എന്ന് വ്യക്തമാവുകയും ചെയ്തിരിക്കുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വീണ്ടും ഒരു ചോദ്യം ചെയ്യൽ നടക്കുന്നത്. പക്ഷേ ആദ്യഘട്ടത്തിലുള്ള സുനിയുടെ നിലപാട് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തന്നെ എന്നുകൂടിയാണ് വ്യക്തമാകുന്നത്. പ്രതിയുടെ ഒരു ഈ നിലപാട് കൂടി നമ്മൾ ഈ സമയത്ത് പരിശോധിച്ചാൽ, ശ്രീ ജെയിംസ് വടക്കംചേരി. അതായത് ഈ പോലീസ് കസ്റ്റഡിയിലുള്ള ചോദ്യം ചെയ്യലാണത്. അതിന് നിയമത്തിന്റെ മുമ്പിൽ അയാൾ പറയുന്നതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല എങ്കിലും വളരെയധികം അയാൾ പറയുന്നതിൽ നിന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടെത്താൻ കഴിയുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ പ്രയോജനം ചെയ്തതായിരിക്കും. ഇവിടെ ഇപ്പൊ
ഈ ചോദ്യം ചെയ്യല് ഇപ്പൊ എല്ലാവരും കസ്റ്റഡിയിലായതുകൊണ്ട് ദൃശ്യങ്ങൾ കിട്ടിയത് കൊണ്ടും തീർച്ചയായിട്ടും വളരെ നന്നായിട്ട് ആ ചോദ്യങ്ങൾ പ്രിപ്പയർ ഒക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് ഒരു ലക്ഷ്യബോധത്തോടു കൂടി ആദ്യം ഓരോരുത്തരെ മാറ്റി നിർത്തിയും പിന്നീട് എല്ലാവരെയും ഒന്നിച്ചു നിർത്തിയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ വളരെയധികം കാര്യങ്ങൾ വെളിയിൽ കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നതാണ് ആ ദൃശ്യങ്ങൾ എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. ഇതിനകത്തുള്ളത് ഈ ഞാൻ മനസ്സിലാക്കുന്നത് അനുസരിച്ച് ഇപ്പോൾ ആധുനിക ലെവലില് പോലീസുകാർ ചോദ്യം ചെയ്യുമ്പോൾ ആ ചോദ്യം ചെയ്യുന്നതെല്ലാം തന്നെ ഒരു വീഡിയോയിൽ പകർത്തുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ പകർത്തുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം ഒറ്റയ്ക്ക് ചോദ്യം ചെയ്യുകയും അവരുടെ ഓരോ കാര്യങ്ങൾക്ക് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അതായത് വളരെ പ്രിപ്പയർ ചെയ്ത് അതായത് നമുക്ക് മനസ്സിലുള്ള ചോദ്യങ്ങളല്ല ലക്ഷ്യബോധത്തോടു കൂടി ഇന്ന സ്ഥലത്തേക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ പോകണമെന്ന ഉദ്ദേശത്തോടു കൂടി പോലീസുകാർ ചെയ്യുന്നതായ ഈ ചോദ്യം ചെയ്യൽ ആദ്യം ഒറ്റയ്ക്ക് ചോദിക്കുമ്പോൾ കിട്ടുന്നതായ വീഡിയോ ദൃശ്യങ്ങളും കൂട്ടായിട്ട് നിന്ന് നിൽക്കുമ്പോൾ ഓരോരുത്തരോട് ഈ ഒറ്റയ്ക്ക് ചോദിച്ചത് കാണിച്ചു കൊണ്ട് ചോദിക്കുമ്പോൾ ചോദ്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പലതും സ്ഥാപിക്കാനായിട്ടും പലതും ശരിയാണെന്നൊക്കെ തെളിയിക്കാനായിട്ട് പറയേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് എല്ലാം കൂടി എടുത്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ സത്യസന്ധമായ കാര്യങ്ങൾ വെളിയിൽ കൊണ്ടുവരാനായിട്ട് ഈ ചോദ്യം ചെയ്യാൻ സഹായിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപക്ഷെ ഇവിടെ നമുക്ക് സുപ്രധാനമായ ഒരു വിഷയമുള്ളത് 164-ലും നടിയും പറഞ്ഞിരുന്നു, മറ്റ് ചില സൂചനകളും ഉണ്ടായിരുന്നു. അതായത് ഒരു കൊട്ടേഷൻ എന്ന രീതിയിൽ ഇന്നിപ്പോൾ ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലും പോലീസ് എത്തിയിരിക്കുന്ന ഒരു നിഗമനം ഒരു കേവലം ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ദൃശ്യങ്ങൾ പകർത്താൻ വേണ്ടിയുള്ളൊരു പീഡനമായിരുന്നില്ല, വളരെ ക്രൂരമായ പീഡനമായിരുന്നു എന്ന രീതിയിലേക്കാണ്. ഒരുപക്ഷെ ഈ കൊട്ടേഷന്റെ ഒക്കെ ഒരു സാധ്യത ഒരിക്കൽ കൂടി ഒന്ന് വ്യക്തമാക്കുന്നതല്ലേ, അല്ലെങ്കിൽ അതൊന്നുകൂടി ഒന്ന് ശരിവെക്കുന്നതല്ലേ ഇപ്പോഴത്തെ ഇയാളുടെ ഒരു നിലപാടും കാര്യങ്ങളും ഒക്കെ? അതായത് ഇന്നലെ രാത്രി ഏതാണ്ട് 11 മണിയോട് കൂടിയാണ് കൈരളി TV-യിൽ ഇത് ചർച്ചയ്ക്ക് തന്നെ വന്നത്. അപ്പൊ അഡ്വക്കേറ്റ് ഉദയഭാനു, അഡ്വക്കേറ്റ് ആളൂര്, ഞാന്, SP ജോർജ് ജോസഫ് ഒക്കെ രാത്രി തന്നെ ഇന്നലെ കൈരളി TV-യുടെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ പറയുകയുണ്ടായി. ഞങ്ങൾ എല്ലാവരും തന്നെ ഏതാണ്ട് ഒരേ തരത്തിലുള്ളതായ ഉത്തരങ്ങളാണ് പറഞ്ഞത് എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിനകത്തോടെ ഇത് രാത്രി അവർക്ക് ദൃശ്യങ്ങൾ കിട്ടിയതിനു ശേഷം ഒരു വിദഗ്ധമായ ഒരു ചോദ്യം ചെയ്യുന്ന സംഘം അതിന്റെ ഏതെല്ലാം തരത്തിലാണ് ചോദ്യങ്ങൾ പോകേണ്ടത് എന്നുള്ള രീതിയിൽ ഒക്കെ തയ്യാറാക്കി വലുതായ ഒരു ചോദ്യാവലിയുടെ അടിസ്ഥാനത്തില് ഓരോരുത്തരും പിന്നെ കൂട്ടായി നിന്നൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ആദ്യം ഉണ്ടായ നിഗമനങ്ങള് അതായത് വെറും ഒരു ഭീഷണിപ്പെടുത്തലല്ല, അത് അല്ലെങ്കിൽ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണോ, അത് അല്ലെങ്കിൽ ഒരു കൂട്ടത്തോടുകൂടിയുള്ള ഒരു കൊട്ടേഷനാണ്, ഇങ്ങനെയൊക്കെ ആദ്യം ഇവർ ഫോം ചെയ്തതായ ആ തിയറീസ് ആശയങ്ങൾ എല്ലാം തീർച്ചയായിട്ടും ഇപ്പോഴ് ഇപ്പൊ ഇന്നലെ വൈകുന്നേരം മുതൽ ഈ നേരം വരെ കിട്ടി ഏതാണ്ട് 12 മണിക്കൂറോളം കിട്ടിയിട്ടുണ്ട്. ഏതാണ്ട് 12 മണിക്കൂറിനുള്ളിൽ കിട്ടിയിരിക്കുന്നതായ ആ സമയത്തിനുള്ളിൽ തയ്യാറാക്കുന്നതായ ആ ചോദ്യാവലി, വളരെ ശാസ്ത്രീയമായിട്ട് തയ്യാറാക്കിയ ചോദ്യാവലി, അത് വെച്ചിട്ട് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ വിലപ്പെട്ടതായ ഇൻഫർമേഷൻ കിട്ടുകയും ആ ഇൻഫർമേഷൻ വെളിച്ചത്തില് പിന്നെ പല തെളിവുകൾ പിന്നെയും ശേഖരിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാല് ഇന്നലെ ഞങ്ങൾ പറഞ്ഞതുപോലെ ആദ്യം ഇരയായ ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്നുള്ളതായ സ്റ്റേറ്റ്മെന്റ്, അവരുടെ 164 സ്റ്റേറ്റ്മെന്റ്, അവരെ പരിശോധിച്ചതായ ഡോക്ടറുടെ പരിശോധന റിപ്പോർട്ട്, അവരുടെ സ്റ്റേറ്റ്മെന്റ്, അതുകൂടാതെ ഫോറൻസിക് തെളിവുകളായിട്ട് ഇന്നലെ ഈ കാറിൽ നിന്നും കിട്ടിയതായ ആ തെളിവുകള്, ഇവര് കണ്ടുപിടിച്ചതായ ആ CCTV ദൃശ്യങ്ങള്, അതായത് ഈ വഴിയിൽ വെച്ചുള്ള എല്ലാ CCTVയും പോലീസുകാർ വളരെ ബുദ്ധിമുട്ടിയിരിക്കുന്നു. ആ CCTV ദൃശ്യങ്ങള്, അത് കൂടാതെ ഫോറൻസിക് ആയിട്ടുള്ളതായ ഈ തെളിവുകളൊക്കെ കൂടി വരുമ്പോഴ് ഈ ചോദ്യം ചെയ്തതിനെ വിളിച്ചു വരുമ്പോ ഒരു നല്ല ഒരു ചെയിൻ ഓഫ് എവിഡൻസ്, അതായത് ഒന്നായിട്ട് സപ്പോർട്ട് ചെയ്ത്
തെളിയിക്കാൻ പറ്റുന്നതായ നല്ല ഒരു തെളിവുകൾ കിട്ടാനായിട്ടുള്ള സകല സാധ്യതകളുണ്ട്. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ദയവായി തുടരുക ശ്രീ ജെയിംസ് വടക്കംചേരി. ശ്രീ ജോർജ് ജോസഫ് റിട്ടയർഡ് SP അദ്ദേഹം കൂടി നമ്മളൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ഒരു പക്ഷേ ഇനിയുള്ള ഈ ശ്രീ ജെയിംസ് വടക്കംചേരി പറഞ്ഞതുപോലെ തന്നെ ഇനിയുള്ള ചോദ്യം ചെയ്യലിലാണ് കാര്യങ്ങളുള്ളത്. കാരണം ഇതുവരെയും പല കാര്യങ്ങളും പൾസർ സുനി പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആയിരിക്കുന്നു എന്ന് കൃത്യമായി വ്യക്തമാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ. കാരണം മൊബൈൽ ഫോൺ ഒഴുക്കി അല്ലെങ്കിൽ ദൃശ്യങ്ങൾ എവിടെയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പല കാര്യങ്ങളും ഇയാൾ പറഞ്ഞത് തെറ്റായിരുന്നു. ദൃശ്യങ്ങൾ അയാൾ വക്കീലിനെ ഏൽപ്പിച്ച മൊബൈൽ ഫോണിൽ ഉണ്ട്, അതിന്റെ മെമ്മറി കാർഡിൽ ശാസ്ത്രീയ പരിശോധനയുടെ ആ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇനി എങ്ങനെയായിരിക്കും ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ? ഇപ്പൊ എന്തായാലും പോലീസ് ഈ കേസ് നന്നായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പോവുകയാണ്. ഇപ്പൊ അതിന് മർമ്മപ്രധാനമായ ആ വണ്ടിയിൽ വെച്ച് നടന്ന ആ പീഡനത്തിന്റെ ദൃശ്യാവിഷ്കരണത്തിന്റെ കോപ്പി എന്തായാലും പോലീസിന് ലഭിച്ചിരിക്കുന്നു. അപ്പൊ അതിന്റെ ഒറിജിനല് എന്തായാലും ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ ആ ഒറിജിനല് സമാനമായ ഒരു പകർത്തിയ ദൃശ്യാവിഷ്കരണം ആണ് കിട്ടിയിരിക്കുന്നത്. അത് ഒരു പ്രൈമറി എവിഡൻസ് തന്നെയാണ്. അതുകൊണ്ട് ആ നമ്മളെല്ലാം ഇത് ലഭിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ആ ഒറിജിനൽ സാധനത്തിന് പകരം അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും അല്ല, അതിന്റെ ഒരു പ്രൈമറി എവിഡൻസിലുള്ള ഒരു ദൃശ്യം തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതെന്തായാലും ഈ പ്രതിയെ ഇപ്പോഴത്തെ ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന പത്രങ്ങളിൽ കൂടെയും ചാനലിൽ കൂടെയും മനസ്സിലാക്കിയിരിക്കുന്ന പോലീസ് കണ്ടെടുത്ത തെളിവുകളെ അടിസ്ഥാനമാക്കുമ്പോൾ തീർച്ചയായിട്ടും 100% ഇതൊരു ജീവപര്യന്തം തടവിലേക്ക് തീർച്ചയായിട്ടും പോയിരിക്കും. അതിനുള്ള ആവശ്യമായ എന്തായാലും ഈ പ്രതി ഒരു വിധത്തിലും പോലീസിനോട് സഹകരിക്കുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ ആദ്യം മുതലേ പറയുന്നത്. ഇപ്പോഴും അത് തന്നെയാണ്. ഈ പ്രതി ധാരാളം മോഷണ കേസിൽ ഒക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ 10-14 മോഷണ കേസിനകത്ത് മാത്രമാണ് പ്രതിയായിട്ടുള്ളൂ. ചില തടവ് ശിക്ഷയൊക്കെ നൽകി കിട്ടിയിട്ടുമുണ്ട്. അപ്പം പോലീസിനെ പോലെ തന്നെ ഈ തെളിവുകളുടെ കാര്യത്തെപ്പറ്റി നല്ല നിശ്ചയമാണ് സുനിക്ക്. കാരണം ഒരു 27 എവിഡൻസ് ആക്ട് അനുസരിച്ചുള്ള റിക്കവറി ഉണ്ടായാൽ അത് മാത്രം മതി പ്രതിയെ ശിക്ഷിക്കാൻ. ഇവിടെ ഒരു കാര്യം കൂടി ആഡ് ചെയ്യണം. അതായത് ഒറിജിനൽ മെമ്മറി കാർഡ് തന്നെയാണ്, അതായത് ആദ്യം ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. അതായത് ആ ഫോണിൽ വെച്ച് തന്നെ ആ മെമ്മറി കാർഡ് ഉപയോഗിച്ച് തന്നെയാണ് ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ശ്രീ ജോർജ് ജോസഫ്, ഇനി ഈ ദൃശ്യങ്ങൾ എവിടേക്കൊക്കെ പോയി എന്നതാണ് നമ്മൾക്ക് ഇവിടെ സുപ്രധാനമായി ഉള്ളത്. പ്രത്യേകിച്ച് ആലപ്പുഴയിൽ ഒരു സുഹൃത്തിനെ, മനു എന്ന സുഹൃത്ത് ഇത് കണ്ടിരുന്നു എന്ന് പറയുന്നു. മറ്റ് പലയിടങ്ങളിലേക്കും ദൃശ്യങ്ങൾ ഒരുപക്ഷെ ഈ പറയുന്ന കൊട്ടേഷൻ ആണ് എങ്കിൽ അവിടേക്ക് ദൃശ്യങ്ങൾ എത്തിച്ചേരാനുള്ള സാധ്യത. കാരണം അങ്ങനെ സംശയിക്കാനാകില്ലേ? കാരണം ഇവിടെ പൾസർ സുനി ശ്രമിച്ചത് ആ ദൃശ്യങ്ങൾ നഷ്ടമായി എന്ന് വരുത്തി തീർക്കാനാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ ഒരു ഉദ്ദേശം അതായതുകൊണ്ട് തന്നെ മറ്റേതോ കേന്ദ്രത്തിലേക്കായിരുന്നു ദൃശ്യങ്ങൾ എത്തിയത് എന്ന ഒരുപക്ഷെ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് കൂടി എത്തേണ്ടി വരത്തില്ലേ ശ്രീ ജോർജ് ജോസഫ്? അങ്ങനെ തന്നെയാണ് ഞാനും എത്തിയിരിക്കുന്നത്. കാരണം അതിന്റെ ഒറിജിനൽ മെമ്മറി കാർഡ് തന്നെയാണോ, അത് ശാസ്ത്രീയമായ പരിശോധന വന്നിട്ടുണ്ട്, അത് കോടതിയിൽ ചാർജ് ഷീറ്റ് വരുമ്പോൾ നമുക്കത് മനസ്സിലാവുള്ളൂ. പക്ഷേ ആ ഒറിജിനൽ മെമ്മറി കാർഡ് ആണെങ്കിൽ അതിനകത്ത് ഇനിയൊരു പ്രിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ 2 ഒറിജിനൽ മെമ്മറി കാർഡും അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് മെമ്മറി കാർഡും കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നിന്ന് ആവശ്യത്തിനുള്ള പ്രിന്റ് വെളിയിൽ പോയിരിക്കുന്നു എന്ന് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ആ ഒരു പ്രിന്റ് മാത്രം, കാരണം ഇത് ഒരു കൊട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് കൊട്ടേഷൻ കൊടുത്ത ആൾക്ക് ഈ ഒരു പ്രിന്റിന്റെ കോപ്പി കൊടുത്തിട്ട് തീർച്ചയായിട്ടും സുനിയെ പോലുള്ള ഒരു കള്ളൻ ഒരെണ്ണം സൂക്ഷിക്കും. കാരണം ഒറിജിനൽ സാധനം കിട്ടിക്കഴിഞ്ഞ് സുനി ഉദ്ദേശിക്കുന്ന പണം കിട്ടിയില്ലെങ്കിൽ ഈ ഒരു സാധനം കൈയിരുന്ന് അത് കള്ളന്മാരുടെ നല്ല കള്ളന്മാരുടെ ഒരു ലക്ഷണം തന്നെയാണ്. അതിന്റെ സാധനം എടുത്തു വെച്ചെന്നുള്ള അത് ഈ 3-4 ദിവസത്തെ അയാളെ പറ്റിയുള്ള വിവരങ്ങൾ പോലീസ് ഒന്നുകൂടെ കാര്യമായി കൂലങ്കക്ഷമായിട്ട് അന്വേഷിക്കണം. കാരണം ഓരോ ഇഞ്ചും ഓരോ മണിക്കൂറും വിലപ്പെട്ടതാണ്. എത്ര പ്രാവശ്യം മെമ്മറി കാർഡ് വേറെ ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളത് നമുക്ക് അറിയില്ല ഇപ്പം കൃത്യമായിട്ട്. 2 എണ്ണം ഇപ്പം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഒറിജിനലും ഒരു ഡ്യൂപ്ലിക്കേറ്റും ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ തീർച്ചയായിട്ടും വേറെ പ്രിന്റുകൾ പോയിട്ടുണ്ട്. ആ പ്രിന്റ് എവിടെ ചെല്ലേണ്ട സ്ഥലത്ത് ചെന്നിട്ടുമുണ്ട്. അത് ഈ പ്രതിയിൽ നിന്ന് ഇപ്പൊ 8 ദിവസം കസ്റ്റഡി തന്നെ ഇപ്പൊ 5 ദിവസം കൂടെ കിട്ടിയിട്ടുണ്ട്. ഈ 8 ദിവസത്തെ കസ്റ്റഡിയിൽ ഇതുവരെ അയാൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. പോലീസിനെ ഇട്ട് സമയം കളയാനും കള്ളന്മാർ കാണിക്കുന്ന പോലെ അവിടെ എറിഞ്ഞു, ഇവിടെ ഓടയിൽ എറിഞ്ഞു, ആ പുഴയിൽ എറിഞ്ഞു, അതൊക്കെ കള്ളന്മാരുടെ ഒരു സ്റ്റൈലാണ്. അപ്പൊ അത് തന്നെയാണ് ഇവനും ആവർത്തിച്ചിരിക്കുന്നത്. പോലീസ് അവന്റെ മൊഴിയുടെ ഇതനുസരിച്ച് ആ ഏരിയ പരിശോധിക്കാതിരിക്കാനും പറ്റൂല. അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ ഒക്കില്ല. എന്തായാലും ഒരു റിലയബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പോലീസിന് ഇവനിൽ നിന്ന് കണ്ടെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇവന്റെ നിസ്സഹകരണത്തോട് തന്നെ
ഇപ്പോഴത്തെ ആ ദൃശ്യാവിഷ്കരണം പോലീസ് അത് കണ്ട് അതിനകത്തുള്ള ഓരോ ചലനങ്ങളും അതിന്റെ മനസ്സിലാക്കിയിട്ട് അതിന് തക്കതായ എവിഡൻസ് ആ വണ്ടിക്കകത്തുനിന്നൂടെ ലഭിക്കണം. ഫിസിക്കൽ ക്ലൂസ് അകത്തുനിന്ന് ലഭിക്കണം. കാരണം നേരത്തെ ജെയിംസ് വടക്കാഞ്ചേരി അത് അനലൈസ് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു, അതിനകത്ത് ഒരു സലൈവ ചേർന്ന ഒരു എൻസൈം എന്തോ കിട്ടിയെന്ന്. അപ്പൊ അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പ്രതിയെ ഫിക്സ് ചെയ്യുന്നതാണ്. അപ്പൊ പ്രതിയുടെ DNA ഫിംഗർപ്രിന്റോട് കൂടി ഇത് പര്യവസാനിക്കും. ലൈഫ് ഇംപ്രസ്മെന്റ് ഉറപ്പ് തന്നെ. അതുകൊണ്ട് ഇതുവരെ പോലീസ് കണ്ടെടുത്തിരിക്കുന്ന തെളിവുകൾ വളരെ വിലപ്പെട്ടതാണ്. കണ്ണികളെല്ലാം ചേർത്ത് പോലീസ് കൊണ്ടുവരുന്നുണ്ട്. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. മാതൃകാപരമായി ശിക്ഷിക്കാൻ തീർച്ചയായിട്ടും ഈ കേസിന് സാധിക്കും. ഇതുപോലെ ചെയ്യുന്നവരുടെ എല്ലാം ഒരു അറുതി വരുത്തേണ്ട സമയം വന്നിരിക്കുന്നു. പോലീസ് ആ കാര്യത്തിൽ ഈ ഒരു അന്വേഷണ ടീമിനെ പറ്റി എനിക്ക് നല്ല അപ്രീഷിയേഷൻ ഉണ്ട്. കാരണം പ്രതി നിസ്സഹകരിച്ചിട്ടും അവര് നല്ല രീതിയിൽ അത് കോർത്തിണക്കി വരുന്നതുകൊണ്ട് എക്സലന്റ് വർക്ക് തന്നെ, സംശയമൊന്നുമില്ല. ഞാൻ തിരികെ എത്താം. ശ്രീ ജെയിംസ് വടക്കുംചേരി സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രശംസിക്കപ്പെടേണ്ട ഒരു വിഷയം അതാണ്. കാരണം നമ്മൾ പൾസർ സുനി എന്ന ഒരു കുറ്റവാളിയിലേക്ക് മാത്രം കേന്ദ്രീകരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാതെ അയാളുടെ ക്രിമിനൽ പശ്ചാത്തലം, ആ ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിട്ടും മറ്റുള്ളവരെ പോലും വിശ്വസിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ സമയത്ത് ഈ ഒരു കുറ്റകൃത്യത്തിന് വേണ്ടി മാത്രം ഒരുപക്ഷെ ഈ സിനിമാ മേഖലയ്ക്കിടയിൽ വിശ്വാസ്യത ഉണ്ടാക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ അയാളുടെ അത്തരത്തിലുള്ള തന്ത്രങ്ങളൊക്കെ തന്നെയും ഒരുപക്ഷെ അയാളെ തന്നെ പഠിച്ചുകൊണ്ട് വേണമെന്ന് എനിക്ക് തോന്നുന്നു വിശദമായ ഒരു അന്വേഷണത്തിലേക്കൊക്കെ പോരും. ഒരു പരിധി വരെ പോലീസിന് അത് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു ഏറ്റവും പുതിയ ഉദാഹരണം കൂടിയാണ് ഈ ദൃശ്യങ്ങൾ കണ്ടെടുക്കാൻ ആയ ഒരു വലിയ നേട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി എത്രത്തോളം ശ്രമകരമായിരിക്കും ഈ പ്രതിയുടെ ചോദ്യം ചെയ്യൽ, മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക, ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇനിയും ഇതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുക, ഇതൊക്കെ എത്രത്തോളം ശ്രമകരമായിരിക്കും? പോലീസ് ഇത്രയും സമയം ഇങ്ങനെ ഈ മെമ്മറിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വളരെ വിഷമിപ്പിച്ച് നടന്നപ്പോൾ വളരെയധികം ആളുകള് പറയുകയുണ്ടായി. മൂന്നാം പുറം ഉപയോഗിച്ച് അവര് 2 വീക്ക് വെച്ച് കൊടുത്താല് അവർ കാര്യങ്ങൾ പറയും എന്നൊക്കെ. അപ്പോഴും DGP പറഞ്ഞ് ഒരു തരത്തിലും പോലീസിന്റേതായ ഈ മൂന്നാം പുറം ഉപയോഗിക്കരുത് എന്ന് DGPയുടെ പ്രത്യേക നിർദ്ദേശം ഉണ്ടായതായിട്ട് മാധ്യമങ്ങളിൽ കണ്ടു. അപ്പൊ തീർച്ചയായിട്ടും DGP ഉൾപ്പെടെ എല്ലാവരും മോണിറ്റർ ചെയ്ത് വന്നിരുന്നതായ ഒരു കേസ് ആയതുകൊണ്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം മൂന്നാം പുറം ഉപയോഗിക്കാതെ അവർ വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഈ ചോദ്യങ്ങൾ ചെയ്തു എന്നുള്ളത് തീർച്ചയായിട്ടും അവർക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അതിന്റെ വെളിച്ചത്തിൽ ഇനിയിപ്പോ ഇത് കിട്ടിയിരിക്കുന്ന സ്ഥിതിക്ക് ഇനിയുള്ളതായ ചോദ്യം ചെയ്യൽ പ്രാധാന്യമുണ്ട്. കാരണം അതിനകത്ത് ഓരോ ചോദ്യങ്ങളും വളരെയധികം ആലോചിച്ച് അത് ഏത് തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കണം, എവിടേക്കായിരിക്കണം. നമ്മള് ഈ ചോദ്യം ചെയ്യുമ്പോൾ പറയാനും വൈ ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്, വേർ ക്വസ്റ്റ്യൻ ഉണ്ട്, വാറ്റ് ഹൗ എങ്കിലും 7 തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. 7 തരത്തിലുള്ളതായ ഈ ചോദ്യങ്ങൾക്ക് വൈ ക്വസ്റ്റ്യന് കിട്ടുന്ന ഉത്തരം ഇന്നതായിരിക്കും. ഡിഫെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഓരോരുത്തരോട് ചോദിച്ച് അവരിൽ നിന്ന് കിട്ടുന്നതായ ഉത്തരങ്ങൾ ഒന്നിച്ചു നിന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഇപ്പൊ ജോർജ് ജോസഫ് പറഞ്ഞതുപോലെ നമുക്ക് ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ആരുടെ കയ്യിലൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, ആരുടെ കയ്യിലൊക്കെ ഇത് എത്തിയിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും കൊട്ടേഷൻ ഉണ്ടോ. വളരെ നന്ദി ശ്രീ ജെയിംസ് വടക്കുംചേരി. ഒപ്പം തന്നെ ശ്രീ ജോർജ് ജോസഫ് ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഏതായാലും വലിയ സുപ്രധാനമായ ഒരു വഴിത്തിരിവാണ് കേസിൽ ഉണ്ടായിട്ടുള്ളത്. പല രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പൾസർ സുനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ട് കൂടിയും ഇയാൾ മറച്ചുവെച്ചിരുന്ന അഡ്വക്കേറ്റിനെ ഏൽപ്പിച്ച മൊബൈൽ ഫോണിന്റെ മെമ്മറി കാർഡിനുള്ളിൽ ആ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാനായത് ഒരുപക്ഷെ ഇപ്പോഴത്തെ കേസന്വേഷണത്തിൽ വളരെ സുപ്രധാനമായ ഒരു നീക്കമാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ പ്രതിയെ വീണ്ടും ചോദ്യം ചെയ്യുന്ന നടപടി ആരംഭിച്ചിരിക്കുകയാണ്. ഈ ചോദ്യം ചെയ്യൽ വളരെ സുപ്രധാനമായിരിക്കും. ഇവിടെ 2 നിയമ വിദഗ്ധർ പറഞ്ഞതുപോലെ തന്നെ ഇനി കൊട്ടേഷൻ അടക്കമുള്ള കാര്യങ്ങൾ, മറ്റ് ആൾക്കാർക്ക് ബന്ധമുണ്ടോ എന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങുകയായിരിക്കും ഇനി ചെയ്യുക. ഉത്തർപ്രദേശിൽ 49 മണ്ഡലങ്ങളിലായി നടന്ന 6ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ദളിത് മുസ്ലിം സ്വാധീന മണ്ഡലങ്ങളിൽ പോളിംഗ് വർദ്ധിച്ചത് BSPക്ക് പ്രതീക്ഷയായി. എന്നാൽ മുലായം സിംഗിന്റെ ശക്തി കേന്ദ്രമായ അസംഗറിൽ വോട്ടിംഗ് കുറഞ്ഞത് സമാജ്വാദി പാർട്ടിയിൽ ആശങ്കയും ഉയർത്തി. അതേസമയം എറോം ശർമിളയുടെ രാഷ്ട്രീയ പ്രവേശനം കൊണ്ട് ശ്രദ്ധേയമായ മണിപ്പൂരിൽ ചരിത്രമായ പോളിംഗ് രേഖപ്പെടുത്തി. വോട്ടെടുപ്പ് ബാക്കിയുണ്ടായിരുന്ന ഉത്തർപ്രദേശിലെ 90 സീറ്റുകളിൽ 49 മണ്ഡലങ്ങളിലായിരുന്നു 6ാം ഘട്ട തെരഞ്ഞെടുപ്പ്.
കഴിഞ്ഞ 5 ഘട്ടത്തിലേതുപോലെ വോട്ടർമാരുടെ മികച്ച സാന്നിധ്യമാണ് പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ ഉണ്ടായത്. കഴിഞ്ഞ തവണ ഈ മേഖലയിൽ 27 സീറ്റുകൾ നേടി സമാജ്വാദി പാർട്ടി വ്യക്തമായ മുന്നേറ്റം നേടിയതാണ്. എന്നാൽ മുലായം സിംഗിന്റെ ശക്തി കേന്ദ്രമായ അസാംഗറിൽ ഇത്തവണ പോളിംഗ് ശതമാനം കുറഞ്ഞു. ഇതോടെ പ്രചാരണത്തിന് മുലായം നേരിട്ട് രംഗത്തിറങ്ങാത്തത് തിരിച്ചടിയായെന്ന ആശങ്ക പ്രവർത്തകർക്കിടയിൽ ശക്തമായി. വിവാദ മാഫിയ നേതാവും MLAയുമായ മുക്താർ അൻസാരി മത്സരിച്ച മവു മണ്ഡലത്തിൽ പോളിംഗ് ശതമാനം കുറഞ്ഞു. മുസ്ലിം യാദവ് വിഭാഗങ്ങൾക്ക് സ്വാധീനമുണ്ടായിരുന്ന മണ്ഡലങ്ങളിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചത് BSPക്ക് പ്രതീക്ഷ കൂട്ടി. അതേസമയം ചരിത്രപരമായ പോളിംഗ് ആണ് മണിപ്പൂരിൽ രേഖപ്പെടുത്തിയത്. രാവിലെ മുതൽ സ്ത്രീകളുടെ നീണ്ട നിര ദൃശ്യമായി. 15 വർഷമായി സംസ്ഥാനം ഭരിക്കുന്ന കോൺഗ്രസിനേക്കാൾ ഇറോം ശർമിളയുടെ രാഷ്ട്രീയ പ്രവേശനം കൊണ്ടായിരുന്നു മണിപ്പൂർ ഇത്തവണ ശ്രദ്ധേയമായത്. മുഖ്യമന്ത്രി ഇബോബി സിംഗിനെതിരെ തൗബാൾ മണ്ഡലത്തിൽ നിന്നാണ് ഇറോം ശർമിള മത്സരിച്ചത്. ഇതിനിടയിൽ ബുധനാഴ്ചത്തെ അവസാനഘട്ട തെരഞ്ഞെടുപ്പിന് മുൻപായി വാരാണസിയിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലായിരുന്നു BJPയുടെ റോഡ് ഷോ. പിന്നാലെ അഖിലേഷ് യാദവ്, രാഹുൽ ഗാന്ധി എന്നിവരുടെ സംയുക്ത റോഡ് ഷോ, മായാവതിയുടെ തെരഞ്ഞെടുപ്പ് റാലി എന്നിവ കൊണ്ട് ദേശീയ രാഷ്ട്രീയം വാരാണസിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഉത്തർപ്രദേശിന്റെ കടിഞ്ഞാൺ ആരിലേക്കെന്നറിയാൻ ഇനി ഒരു ഘട്ടം മാത്രം. ഇതിനിടയിൽ സമാനതകളില്ലാത്ത രാഷ്ട്രീയ ബലാബലത്തിനാണ് വാരാണസി സാക്ഷ്യം വഹിക്കുന്നത്. മനുശങ്കർ, ദില്ലി. ദില്ലി സർവകലാശാലയിൽ അക്രമം നടത്തിയ ABVPക്കാർക്കെതിരെ നടപടി വൈകുന്നതിൽ പ്രതിഷേധിച്ച് അധ്യാപക വിദ്യാർത്ഥി സംഘടനകൾ പാർലമെന്റ് മാർച്ച് നടത്തി. വിവിധ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് പിന്തുണയുമായി എത്തി. ക്യാമ്പസുകളിലെ സംഘപരിവാർ ആക്രമം പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു. ABVP ഗുണ്ടായിസത്തിൽ നിന്നും രക്ഷവേണമെന്നും വിദ്യാർത്ഥികളെ മർദ്ദിച്ച ABVPക്കാർക്കെതിരെ കൊലപാതക ശ്രമത്തിന് കേസെടുക്കണമെന്നുമുള്ള മുദ്രാവാക്യമാണ് ദില്ലി സർവകലാശാലയിലെ അധ്യാപക വിദ്യാർത്ഥി സംഘടനകളുടെ പാർലമെന്റ് മാർച്ചിൽ ഉയർന്നു കേട്ടത്. JNU, ഹൈദരാബാദ് സർവകലാശാല, ജാമിയ മിലിയ തുടങ്ങിയ സർവകലാശാലകളിൽ നിന്നും അധ്യാപകരും വിദ്യാർത്ഥികളും പ്രതിഷേധിക്കുന്ന ദില്ലി സർവകലാശാല വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യവുമായി എത്തി. ABVPക്കാരുടെ മർദ്ദനത്തിന് ശേഷം JNUവിൽ നിന്നും കാണാതായ നജീബിന്റെ മാതാവും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, CPI നേതാവ് D രാജ, JDU നേതാവ് KC ത്യാഗി തുടങ്ങിയവർ പിന്തുണയുമായി എത്തി. ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം പോലും തടയുന്നതും ക്യാമ്പസുകളിലെ സംഘപരിവാർ അക്രമവും പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു. Yes, we are going to raise that issue in the parliament, saying that in accordance with our constitution, with the law of the land and the law implementing agencies, you ensure that the law is not violated. അക്രമം നടത്തിയ ABVPക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുന്നതുവരെ പ്രതിഷേധം തുടരാനാണ് അധ്യാപക വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, ദില്ലി. താളവാദ്യവിസ്മയങ്ങൾ തീർത്ത് ഡ്രംസ് മാന്ത്രികൻ ആനന്ദ ശിവമണിയും ബാലഭാസ്കറും ചേർന്ന് അവതരിപ്പിച്ച ഫ്യൂഷൻ സംഗീതം അരങ്ങേറി. ആറ്റുകാൽ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നടന്ന സംഗീത നിശ കാണാൻ വൻ ജനാവലിയാണ് ആറ്റുകാലിലെത്തിയത്. ഇരുൾ വീണ സ്റ്റേജിൽ ശിവമണിയുടെ ശംഖിൽ നിന്നുയർന്ന ഹുങ്കാരം വരാൻ പോകുന്ന സംഗീത യുദ്ധത്തിന്റെ മാറ്റൊലിയായി മാറി. വിഘ്നേശ്വര സ്തുതിയോടെ ആരംഭിച്ച ഫ്യൂഷൻ സംഗീതത്തിൽ ബാലഭാസ്കർ ഇലക്ട്രിക് വയലിൻ കൊണ്ട് അക്ഷരാർത്ഥത്തിൽ മാന്ത്രികത തന്നെ തീർത്തു. തോടി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ മെഡിറ്റേഷൻ മൂഡിലുള്ള കീർത്തനത്തിന് ശിവമണി ഗഞ്ചിറയിൽ വാദ്യാകമ്പടി ഒരുക്കി. തബലയും ഗിറ്റാറും എല്ലാം ചേർന്ന ഫ്യൂഷൻ രാവ് ആറ്റുകാൽ ദേവിക്കുള്ള സംഗീതാർച്ചനയായി മാറി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പതിവ് തെറ്റിക്കാതെ മൂട്ടി നിത്യഹരിത വനത്തിൽ പൂത്തു. സാധാരണ മരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തടിയിൽ ഫലങ്ങൾ ഉണ്ടാകുന്ന ക്ലോറിഫ്ലോറി ഇനത്തിൽപ്പെട്ട മരമാണ് മൂട്ടി. കൊല്ലം പത്തനാപുരം വള്ളംതെറ്റി സെഷനിലെ തീർത്ഥക്കര ചെക്ക് ഡാമിന് സമീപത്താണ് മൂട്ടിമരം പൂത്തുലഞ്ഞത്. നിത്യഹരിത വനത്തിലാണ് മൂട്ടി കായ്ക്കുന്നത്. പക്ഷേ ഇങ്ങനെ പൂത്തുലയുമെന്ന് വനപാലകർ പോലും കരുതിയില്ല.
ബൊക്കനേറിയ കോട്ടാനാൻസീസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന മൂട്ടിയിൽ മരത്തിന്റെ മൂട് തൊട്ട് മുകളിലേക്കാണ് ഫലം വിളയുന്നത്. ഇതാണ് മൂട്ടി എന്ന പേര് ലഭിക്കാൻ കാരണവും. മരം പൂവിട്ട് 2 മാസത്തിനുള്ളിൽ പഴം കഴിക്കാൻ പാകത്തിനാകും. റോസ് നിറത്തിലുള്ള പഴം പാകമാകുമ്പോൾ ചുവപ്പ് കലർന്ന നിറമാകും. മധുരവും പുളിയും ചേർന്ന രുചിയുള്ള മൂട്ടിപ്പഴം ഔഷധഗുണമേറിയതുമാണ്. ഉദരരോഗങ്ങൾക്ക് പരിഹാരമായി ഈ പഴം ഉപയോഗിച്ചു വരുന്നു. നിത്യഹരിത വനമേഖലയിൽ മാത്രം കാണപ്പെടുന്ന മൂട്ടി ആന, മാൻ, വാനന്മാർ തുടങ്ങിയവരുടെ ഇഷ്ടഭക്ഷണമാണ്. വനത്തിൽ ജീവിക്കുന്ന കുരങ്ങടക്കമുള്ള വന്യജീവികൾക്ക് ഇപ്പോൾ അവസാനമായിട്ട് കിട്ടുന്ന ഒരു ഫലമാണ്. ബാക്കി ഉള്ള എല്ലാ ഫലവൃക്ഷങ്ങളും തന്നെ വനത്തിന് അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം ഫലങ്ങൾ വന്യജീവികളുടെ ജീവൻ നിലനിർത്തുന്നതിന് ഒരു പ്രധാന ഘടകമാണ്. മാത്രമല്ല നിറയെ ഔഷധങ്ങൾ അടങ്ങിയ ഒരു ഫലമാണ് മൂട്ടിപ്പഴം. അതേസമയം രാമായണ കഥയിൽ മൂട്ടിപ്പഴത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. മൂട്ടിപ്പഴം സീതയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണെന്നും അതിനാൽ മൂട്ടിയുടെ ശരിയായ സ്വാദ് സീത മാത്രമേ രുചിച്ചിട്ടുള്ളൂവെന്നും പറയുന്നു. ഏറ്റവും സമ്പുഷ്ടമായ വൈറ്റമിൻസ് ഉൾപ്പെട്ടതാണ് മൂട്ടിപ്പഴം. നിത്യഹരിത വനങ്ങളിൽ മാത്രം കാണപ്പെടുന്നു എന്നുള്ളതൊരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ വനസംരക്ഷണത്തിന്റെ പ്രാധാന്യമാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. ക്യാമറമാൻ പ്രമോദ് പന്തിയോടിനൊപ്പം രാജ്കുമാർ. ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട ഗായിക വൈക്കം വിജയലക്ഷ്മിയുടെ ഗായത്രി വീണ കച്ചേരി അല്പസമയത്തിനകം കൊച്ചിയിൽ നടക്കും. ഗായിക അവിടേക്ക് എത്തിയിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായ രീതിയിൽ ഇതിന് ഒരു വലിയ നേട്ടത്തിലേക്ക് കടക്കുകയാണ് വൈക്കം വിജയലക്ഷ്മി. ഇതിനോടകം തന്നെ വ്യത്യസ്തതരമായ പാട്ടുകളിലൂടെയൊക്കെ തന്നെയും സംഗീത ആസ്വാദകരിലെ ഹൃദയം കവർന്ന വൈക്കം വിജയലക്ഷ്മി മറ്റൊരു വലിയ നേട്ടത്തിൻ്റെ കൂടി മുന്നിലാണ്. അല്പസമയത്തിനകം തന്നെ പരിപാടി ആരംഭിക്കും. ഉമേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഉമേഷ്, പരിപാടിയുടെ വിവരങ്ങൾ എങ്ങനെയാണ്? വൈക്കം വിജയലക്ഷ്മി വേദിയിൽ എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ അവരുടെ റെക്കോർഡ് പ്രകടനം പോവുകയാണ്. ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 51 ഗാനങ്ങൾ ഗായത്രി വീണയിൽ വായിക്കാനാണ് വൈക്കം വിജയലക്ഷ്മി ഇരിക്കുന്നത്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. പരിപാടി തുടങ്ങാൻ പോവുകയാണ്. ഇത് ആദ്യ ഭാഗം 1 മണി വരെ ആദ്യത്തെ 3 മണിക്കൂർ ശാസ്ത്രീയ ഗാനങ്ങളാണ് വിജയലക്ഷ്മി ഈ ഗായത്രി വീണയിൽ മീട്ടുക. ഇതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഉള്ള 2 മണിക്കൂർ സിനിമാ ഗാനങ്ങളാണ്. അത് 3 ഭാഷകളിലും മലയാളത്തിലും തമിഴിലെയും ഹിന്ദിയിലെയും വളരെ പ്രശസ്തമായ ജനപ്രിയങ്ങളായ ഗാനങ്ങളാണ് വായിക്കുക. നിലവിൽ 5 മണിക്കൂറാണ് ഒരു സമയം അവർ ക്രമീകരിച്ചിട്ടുള്ളതെങ്കിൽ തന്നെയും ഈ 51 ഗാനങ്ങൾ ഒരു പക്ഷേ ഇതിനു മുൻപ് തന്നെ ഇവർ വായിച്ചു തീർക്കും. അത്തരത്തിൽ ഗിന്നസ് റെക്കോർഡിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. ഗുരുക്കന്മാരടക്കമുള്ളവരുടെ ആശീർവാദം ഏറ്റുവാങ്ങിയ ശേഷമാണ് വിജയലക്ഷ്മി ഇപ്പോൾ മറ്റൊരു ചരിത്രം സൃഷ്ടിക്കാനായി ഈ കൊച്ചിയിലെ വേദിയിൽ എത്തിയിരിക്കുന്നത്. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ അടക്കമുള്ളവർ ഇതിന് സാക്ഷികളാവാൻ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മറ്റ് വിശിഷ്ടാതിഥികളും എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യേശുദാസ് അടക്കമുള്ളവരെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹം എത്തുമോ എന്നുള്ള കാര്യം നിലവിൽ വ്യക്തമല്ല. എങ്കിൽ തന്നെയും ഈ പരിപാടി കഴിയാറാവും. ഉച്ചയ്ക്ക് ശേഷം ഇത് അവസാനിക്കുമ്പോഴേക്കും കൂടുതൽ വിശിഷ്ടാതിഥികൾ എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഉമേഷ് വിവരങ്ങൾ നൽകിയത്. അതിലേക്ക് വളരെ വേഗം തിരികെ എത്താം. ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടാണ് ഗായിക വൈക്കം വിജയലക്ഷ്മി ഗായത്രി വീണ കച്ചേരി അല്പസമയത്തിനകം അത് ആരംഭിക്കും.